പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഈ പ്രത്യേക പ്രക്ഷേപണം തുടരുകയാണ്. ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം നെടുങ്ങാടി, പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ? എന്തൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാൻ? SKN ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് സംബന്ധിച്ച് പ്രതിപക്ഷം ഇന്നലെ വൈകിട്ട് വരെ ഉന്നയിച്ച ആക്ഷേപം എന്നുള്ളത് തങ്ങളെ ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു. ഇന്നലെ രാത്രി 10 മണിവരെയും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളിൽ നിന്ന് ആർക്കും തന്നെ ക്ഷണക്കത്ത് ലഭിച്ചിരുന്നില്ല ചടങ്ങിനായി. തുടർന്ന് ഈ പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉറപ്പാക്കുന്നതിനായി വിവിധ നേതാക്കൾ, BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും അനുരഞ്ജന ചർച്ചകൾ നടന്നിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുമായി ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അത് നീണ്ടുപോയില്ല. തുടർന്ന് ഇന്ന് ഔദ്യോഗികമായി തന്നെ ഇന്ന് രാവിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുള്ള കത്ത് ലഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കത്ത് ലഭിച്ചിട്ടുണ്ട്. കേരള ഹൗസിലാണ് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായ ക്ഷണം ലഭിച്ചത്. എന്നാൽ ഇതിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുക്കാമെന്ന മുൻ നിശ്ചയത്തിനപ്പുറത്തേക്ക് ബഹിഷ്കരിക്കുന്നുവെന്നോ പങ്കെടുക്കുന്നുവെന്നോ പറയാൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 2014-ലെയും 2019-ലെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. ഇന്നെന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇത്തവണ ഔദ്യോഗികമായി തന്നെ. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച സൂചന. അദ്ദേഹം AICC അധ്യക്ഷൻ എന്ന നിലയിലല്ല, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അറിയിച്ചത്. കോൺഗ്രസിന്റെ പ്രതിനിധി ആയിട്ടായിരിക്കില്ല അദ്ദേഹം പങ്കെടുക്കുക. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു വരുന്ന ശൈലിക്കെതിരായ ഒരു പ്രതിഷേധമായാണ് ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനം. മുൻ 2 തവണകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പ്രതിപക്ഷം ഒരു ഉറച്ച ശബ്ദമായി പാർലമെന്റിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാർലമെന്റിന്റെ ായിരിക്കും ആദ്യമായി പൂർണ്ണമായും ഒരു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഉള്ള ഒരു സർക്കാരിന്റെ ആദ്യ സമ്മേളനം നടക്കുക ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിലായിരിക്കുമെന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ ഈ 18ാം ലോക്സഭയ്ക്ക് ഉണ്ട്. എന്തായാലും ഈ പ്രതിപക്ഷം ഈ ചടങ്ങിൽ നിന്നും പ്രഖ്യാപിക്കാതെ തന്നെ വിട്ടുനിൽക്കുന്നതാണ്. നമുക്ക് എവിടെയും പ്രതിപക്ഷ നേതാക്കളുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല. എന്നാൽ കടുത്ത പ്രതികരണങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പല പ്രതിപക്ഷ നേതാക്കളും ചടങ്ങിനോട് പ്രതികരിച്ചത് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. RJD, സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികളുടെ പല നേതാക്കളും നടത്തിയിരിക്കുന്നത്. പ്രധാന നേതാക്കൾ ആരും തന്നെ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത്തവണ കടുത്ത ഒരു പ്രതിപക്ഷമായി, ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഇരിക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ളത്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. മറ്റ് NDAക്കൊപ്പം നിൽക്കുന്ന പാർട്ടികളെ എല്ലാവരെയും തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും തന്നെ പ്രതിനിധികൾ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും ഇത്തവണ പ്രത്യേകത എന്നുള്ളത് കേരളത്തിൽ നിന്നും BJPക്ക് സർക്കാരിന്റെ ഭാഗമായി ഒരു ലോക്സഭാംഗം എത്തിയിരിക്കുന്നു. മറ്റൊരു നേതാവ് കൂടി കേരളത്തിൽ നിന്ന് മന്ത്രിയാകുന്നു. അത്തരത്തിൽ 2 പേർ കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുന്ന ഒരു അപൂർവ അവസരം കൂടി ഇത്തവണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും നിരവധി പേർ, സുരേഷ് ഗോപിയോടൊപ്പം ഏതാണ്ട് 60ഓളം പേരാണ് തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രമായി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായി തന്നെ നിരവധി പേർ എത്തിച്ചേർന്നിരിക്കുന്നു. പല സംസ്ഥാനങ്ങൾക്കും തങ്ങൾ ആവശ്യപ്പെട്ട അത്രയും പാസുകൾ അനുവദിച്ചു കിട്ടിയില്ല എന്ന പരാതിയും പരിഭവമുണ്ട്. അത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ തുടർ ഭരണം നേടിയതിനെ BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ എല്ലാം തന്നെ കാണുന്നത്. ഡൽഹിയിലെ തെരുവുകളിലെല്ലാം തന്നെ നമുക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ NDA സഖ്യകക്ഷി നേതാക്കളെയും ഒപ്പം തന്നെ പ്രവർത്തകരെയും കാണാം. വലിയ ആവേശത്തോടുകൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഒരു പാസ് ലഭിക്കുമോ എന്ന് അറിയുന്നതിനായി എത്തിച്ചേർന്നതാണ് അവർ. വലിയ മറ്റ് ഈ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിനപ്പുറം മറ്റ് ആഘോഷങ്ങൾ ഡൽഹിയിലെ തെരുവുകളിലൊന്നും തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടില്ല. ഡൽഹിയിൽ ഏതാണ്ട് പൂർണ്ണമായ ഒരു നിരോധനാജ്ഞ
നിരോധനാജ്ഞയ്ക്ക് സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. നോൺ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രമസമാധാനം നില കൃത്യമായി തന്നെ പരിശോധിക്കുന്നതിനായി പോലീസിന്റെ കനത്ത വിന്യാസം ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം വിദേശ പ്രതിനിധികൾ, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വീക്ഷിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതടക്കം പരിഗണിച്ചുകൊണ്ടുള്ള കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വലിയ തോതിൽ ബാധിക്കാത്ത രീതിയിലുള്ള ക്രമീകരണമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഇത്തവണ സത്യപ്രതിജ്ഞ BJP നേരത്തെ അവകാശപ്പെട്ടിരുന്നതുപോലെ 400-ലേറെ സീറ്റുകളുമായാണ് ഇത്തവണ അധികാരമേൽക്കുന്നതെങ്കിൽ അത് ഒരു വലിയ ചടങ്ങായി മാറ്റുന്നത് അടക്കം ആലോചനയിലുണ്ടായിരുന്നു BJPയുടെ. അങ്ങനെയെങ്കിൽ വിജയ് ചൗക്ക് അടക്കമുള്ള ഇടങ്ങളിലേക്ക് അത് നടത്തുന്നതിനും വലിയ ആഘോഷമായി ഒരു വിവരം ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം, പൊതുജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പൊതുജീവിതം ഏതാണ്ട് 18 വർഷം നീണ്ട പൊതുപ്രവർത്തനത്തിന് കർട്ടൻ താഴുകയാണ് ഇന്ന് എന്ന് പറയുന്നു. അതിൽ 3 വർഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സർക്കാരിന്റെ ഭാഗമായിരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം അതിന്റെ സ്ക്രീൻഷോട്ട്. അതേസമയം തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടല്ല. I certainly didn't intend to end my 18 years of public service as a candidate who lost an election, but that how it's turned out എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്നുണ്ട് ഐ വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ആൻഡ് വർക്ക് ഇൻ പാർട്ടി എന്ന് പറയുന്നുണ്ട്. BJP പ്രവർത്തകനായി തുടരും, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്നതാണല്ലോ പൊതുജീവിതം. പക്ഷേ അദ്ദേഹം ഈ MP സ്ഥാനമില്ല, കേന്ദ്രമന്ത്രി സ്ഥാനമില്ല, ഇലക്ഷനിൽ തോറ്റു എന്നതുകൊണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്. ലാസ്റ്റ് പറഞ്ഞ BJPന്റെ കാര്യകർത്ത ഐ വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ആൻഡ് വർക്ക് ഇൻ പാർട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും തോറ്റതിന് പിന്നാലെ 3ാം മോദി സർക്കാർ അധികാരമേൽക്കുന്ന ആ മണിക്കൂറിൽ തന്നെ അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കാന്നോ നാളെ വേണേ പ്രഖ്യാപിക്കാമല്ലോ. ആ മണിക്കൂർ പ്രതിഷേധമുണ്ടോ എന്നൊരു സംശയം. വലിയ ചോദ്യമാണ്. എന്തായാലും പേര് കേട്ടിരുന്നു. അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കാവുന്ന സാധ്യതകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ പേരുണ്ടെന്ന് ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടു, കേട്ടു, വായിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനിടയിലും അദ്ദേഹം ഈ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയും ഇത്തരം ഒരു പരാമർശം ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് 25,000 വരെ ഭൂരിപക്ഷം ഇടയ്ക്ക് വന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ സമയത്ത് അത് പറഞ്ഞ് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. എന്തായാലും അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. വിശദീകരിക്കാം, വേണമെങ്കിൽ ഈ പോസ്റ്റ് പിൻവലിക്കാം, എല്ലാ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു അല്ലെ, അദ്ദേഹം എന്താ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ്, AICC പ്രസിഡന്റ് ഒക്കെ അല്ലെ ഖർഗെയൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് പ്രതിപക്ഷ നിരകളിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാരെ കണ്ടില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ നമ്മളെ വിഷ്വലിൽ കണ്ടു, പ്രേക്ഷകരൊക്കെ കണ്ടു. എന്നല്ലാതെ പ്രതിപക്ഷ കക്ഷികൾക്ക് എല്ലാവർക്കും ക്ഷണമില്ല എന്നൊക്കെ ഇല്ല. അതെ, മമത പറയുന്നു ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 1-2 പേർക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. ചില ക്ഷണം കിട്ടിയിട്ടില്ല. അപ്പൊ പ്രതിപക്ഷ കക്ഷികൾക്ക് എല്ലാവർക്കും ക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ്. ആ ക്ഷണം വൈകുകയും ചെയ്തു. ഇന്നലെ രാത്രി 6 വൈകിയാണ് ഉണ്ടായത്. ഡൽഹിയിലുള്ള ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ കേരളത്തിലേക്ക് നമ്മൾ ഇതിനിടയിൽ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്, അത് നമുക്ക് പങ്കുവയ്ക്കാം. മുഖ്യമന്ത്രി മാറണമെന്ന് CPI യോഗത്തിൽ ആവശ്യമെന്നതാണ് അതിൽ അതായത് മുഖ്യമന്ത്രി മാറാതെ കേരളത്തിലെ ഈ 2 പിണറായി മന്ത്രിസഭയിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ മാറണമെന്ന് പറയാൻ കാരണം അത് ഈ തിരുവനന്തപുരം, അതായത് വിമർശനങ്ങൾ തിരുവനന്തപുരം CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലാണ്. ഈ മുഖ്യമന്ത്രി മാറണമെന്ന് പറയാനുള്ള ആർജവം CPI കാട്ടണമെന്നാണ് അവിടുത്തെ പ്രതിനിധികൾ പറഞ്ഞത്. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്. ഇടതുമുന്നണി കൺവീനർ BJP നേതാവിനെ കണ്ടത് തിരിച്ചടിയായി. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി. CPIയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലാണ് ഈ വിമർശനമുണ്ടത്. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല എന്നാണ് CPIയുടെ തിരുവനന്തപുരത്തെ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും വിമർശനവും ഒക്കെയാണ്. ഒരു പ്രധാന ഘടകകക്ഷിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയിലാണെങ്കിലും അങ്ങനെ അഭിപ്രായം CPM യോഗത്തിൽ തന്നെ നിയുക്ത മന്ത്രിമാരൊക്കെ കൂടുതലായിട്ട് എത്തിത്തുടങ്ങി എന്ന വാർത്ത വരികയാണ്. എന്തായാലും വലിയൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 7:15 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. വിജയകുമാർ, ആദ്യം ആരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യത? പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. രണ്ടാമൻ രാജ്നാഥ് സിംഗ് ആയിരിക്കാം. ആരാണോ ആ രണ്ടാമൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓർഡർ രാഷ്ട്രപതി ഭവന് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് അങ്ങനെ മാത്രമല്ല മന്ത്രിമാരുടെ വകുപ്പുകളൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല.
തീരുമാനിക്കാൻ സാധ്യതയുമില്ല. അത് പോർട്ട്ഫോളിയോ ഇപ്പോൾ വരില്ല എന്ന് പറയുന്നത്. വിജ്ഞാപനം ഇറക്കുകയാണ് പതിവ്. അത് ഒരു പക്ഷേ ഒരു 48 മണിക്കൂറൊക്കെ അതിന് എടുക്കാറുണ്ട്. ഏകദേശം ഉദാഹരണം ഇങ്ങനെയായിരിക്കും. പക്ഷേ രാജ്നാഥ് സിംഗ് രണ്ടാമത്, പിന്നെ മൂന്നാമത് നിതിൻ ഗഡ്കരി, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, മൻസുഖ് മാണ്ഡവ്യ, അർജുൻ മേഘ്വാൾ, ശിവരാജ് സിംഗ് ചൗഹാൻ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മനോഹർ ലാൽ ഖട്ടർ എന്നിങ്ങനെ പോകുമെന്നാണ്. പിന്നെ സർവാനന്ദ് സോനോവാൾ, കിരൺ റിജ്ജു, റാവു ഇന്ദ്രജിത്ത്, കമൽജിത്ത് ഷെറാവത്ത്, അങ്ങനെ രക്ഷാ ഗഡ്സെ അങ്ങനെ പോകുന്നതാണ് ഒരു ഏകദേശ ധാരണ. എന്തായാലും അതിൽ മാറ്റമുണ്ടോ എന്ന് അല്പസമയത്തിനകം അറിയാം. എന്തായാലും രണ്ടാമൻ എന്ന നിലയ്ക്ക് ആകാംക്ഷപൂർവ്വം ആരാണ് രണ്ടാമൻ നോക്കാറുണ്ട്. ഇക്കുറിയും അത് രാജ്നാഥ് സിംഗിന്റെ പേരാണ്. പക്ഷേ കഴിഞ്ഞ തവണ രാജ്നാഥ് സിംഗിന്റെ പേര് തന്നെയായിരുന്നു. എങ്കിൽ കൂടിയും മോദി അമിത്ഷാ ആ ബന്ധത്തിൽ ആ രണ്ടാം സ്ഥാനമൊക്കെ അപ്രസക്തമാവുന്നത് കണ്ടു. ഇക്കുറിയും എങ്ങനെയാണെന്നല്ല ഇക്കുറി കഴിഞ്ഞ തവണത്തെ സാഹചര്യം അല്ല സ്കാൻ. സ്പീക്കർ ഓം ബിർള അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നേരത്തെ ഷെയ്ഖ് ഹസീനെ നമ്മൾ കണ്ടു. ഭൂട്ടാനിലെ ഭരണാധിപനെ നേപ്പാൾ അല്പസമയത്തിന് വരാൻ പോകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട അയൽവാസികളെല്ലാം എത്തിക്കഴിഞ്ഞു. അയൽവാസികൾ പാകിസ്ഥാൻ ഒഴിച്ചുള്ള അയൽവാസികളൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പൊ പാകിസ്ഥാന് ക്ഷണം ലഭിച്ചിരുന്നില്ല, കൊടുത്തില്ല, ക്ഷണിച്ചില്ല. എനിക്ക് തോന്നുന്നത് അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. കാര്യം ശത്രു മറ്റൊരു കുപ്പായത്തിൽ കയറി വരണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാകും അല്ലെ. ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും നയതന്ത്ര ചർച്ചകളും കൂടി നടത്തുക, രണ്ടും കൂടി ഒരുമിച്ച് പറ്റില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. അപ്പോൾ അത് നിർത്തിയാൽ നയതന്ത്ര ചർച്ചയാവാം. ഇതാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അത് തുടരുന്നു എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ മറ്റ് ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് പാകിസ്ഥാനെ ക്ഷണിക്കുന്നില്ല. നേരത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് ബർത്ത്ഡേ പറയാൻ വേണ്ടി അവിടെ എന്താ സർപ്രൈസ് സത്യപ്രതിജ്ഞ ചടങ്ങിലെ ഒരു നയതന്ത്ര കാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഒരു സ്റ്റാർ അട്രാക്ഷൻ ആണ്. കാരണം ഇന്ത്യക്ക് ഒരുപാട് തലവേദനകൾ ഉണ്ടാക്കിയ ഒരു പ്രസിഡന്റാണ്. കാര്യം അടുത്ത കാലം ഇന്ത്യയോട് ചങ്ങാത്തം കുറയ്ക്കുകയും ചൈനയോട് കൂടുതൽ അടുക്കുകയും ഒക്കെ ചെയ്ത, മാത്രമല്ല ചൈനയുടെ തന്ത്രങ്ങൾക്ക് വഴിപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾ കരുതുന്ന. മാലദ്വീപിലെ ഭരണമാറ്റം ഉണ്ടായപ്പോൾ പ്രഖ്യാപിത ചൈനീസ് പക്ഷ നിലപാട് സ്വീകരിക്കുന്നയാളാണ് ഇദ്ദേഹം. അദ്ദേഹമാണ് അവിടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഇന്ത്യക്ക് അത് ഒരു തലവേദനയാകുമെന്ന് കരുതിയതാണ്. വിദേശകാര്യ വിദഗ്ധരൊക്കെ അത് സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ വന്നപ്പോൾ തന്നെ ചൈനയോട് അടുക്കുകയും ഇന്ത്യയോട് അകലുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇന്ത്യ ഏതാണ്ട് ഒരു ശത്രുപക്ഷത്ത് നിർത്താൻ അവിടുത്തെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ചിലർ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് വിവാദമാണ്. പക്ഷേ അത് അവിടെ വലിയ തിരിച്ചടി ഉണ്ടായി. അവിടുത്തെ പ്രതിപക്ഷം ആ നീക്കത്തിനെതിരെ നിന്നു. അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം പോലും വന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായി അടുക്കാം, ആ അവസരം ഇവിടെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകും എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും ഇന്ത്യയുമായി മഞ്ഞുരുകാൻ ഒരു വഴിയായി. ഡൽഹിയിലെ ചൂടിൽ മഞ്ഞ് ചിലപ്പോൾ മാലദ്വീപിലെ നല്ല ഒരു, എനിക്ക് തോന്നുന്നു ഈ ജസ്റ്റർ നന്നായിട്ടുണ്ട്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി വരുന്നു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശിന്റെ മാലദ്വീപ് അടക്കം 7 അയൽ രാജ്യങ്ങളെ ഭരണാധികാരികൾ വരുന്ന ഏറ്റവും പ്രൗഢമായ ചടങ്ങാണ് അത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സ് ഇപ്പോൾ കണ്ടു. അതേ ചൈനീസ് ആഭിമുഖ്യം പുറത്ത് മുസ്ലിമിന്റെ ഈ വിവാദ പരാമർശം വലിയ തോതിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ രാധാകൃഷ്ണനിലേക്ക് ഒന്ന് പോയാലോ? ആ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഒരുപാട് VIP സാന്നിധ്യം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ എത്തിക്കഴിഞ്ഞു. നമുക്ക് അതൊക്കെ നല്ലൊരു സാന്നിധ്യമായി നമ്മൾ കാണുന്നു. വിവരങ്ങൾ. തീർച്ചയായിട്ടും എസ്കേൻ, ഇതില് എസ്കേൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പോലെ തന്നെ മാലദ്വീപിന്റെ പ്രസിഡന്റിന്റെ വരവാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ സ്വീകരിച്ച നിലപാടുകളൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കൂടി നിലവിലുള്ള സാഹചര്യത്തിൽ ആ ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്ഷണം കിട്ടിയ മാത്രയിൽ തന്നെ അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ ഇന്ത്യയിലേക്ക് അദ്ദേഹം വരികയും ചെയ്യുന്നു. ഇത് രാഷ്ട്രത്തലവന്മാർ ഓരോരുത്തരായിട്ട് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 7 രാജ്യങ്ങളുടെ തലവന്മാരാണ് ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ ഷെയ്ഖ് ഹസീന അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഈ രാജ്യ തലവന്മാരെ എല്ലാം പങ്കെടുപ്പിക്കുന്നത് വഴി നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഉള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വന്നിരിക്കുന്ന രാജ്യങ്ങളും എല്ലാമായിട്ട് നമുക്ക് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് നമുക്ക് പറയാമെങ്കിലും ബംഗ്ലാദേശിന്റെ കാര്യം, ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആ ടീസ്റ്റ നദീജല കരാറുമായി
ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അത് സങ്കീർണമാകുന്ന ഒരു അവസ്ഥയും കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ സന്ദർശനം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്ന വിധത്തിലേക്കായിരിക്കും എത്തിക്കുക. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജുഗ്നോത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ ഉള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയ്സു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. സീഷെൽസിന്റെ വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഹഫീസ് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ട് ആഗ്രഹിക്കുന്ന നേതാക്കളുടെ പട്ടികയിൽ അദ്ദേഹവും വളരെ പ്രധാനിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകുമാർ ദഹൽ അദ്ദേഹവും എത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്പസമയത്തിനകം നിയുക്ത പ്രധാനമന്ത്രി എത്താനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. 7:15 ചടങ്ങുകൾ. അല്പസമയത്തിനകം തന്നെ നിയുക്ത പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. നരേന്ദ്രമോദി 3ാം തവണ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം ഏതാണ്ട് 15 മിനിറ്റുകൾക്കകം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുകയാണ് രാജ്യം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമുള്ള ഒരു വൈകുന്നേരം, ഒരു ഞായറാഴ്ച എന്നൊക്കെ നമുക്ക് അലങ്കാരപൂർവ്വം പറയാൻ സാധിക്കുന്ന വിധത്തിലാണ്. നമ്മുടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണയൊക്കെ രാഹുൽ ഗാന്ധിയെയും ഒപ്പം സോണിയാഗാന്ധിയെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് ആ കൂട്ടത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനിയും അല്പസമയമുണ്ട്. അവർ വരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇനി ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാഷ്ട്രപതി അല്പസമയത്തിനകം ഏതാണ്ട് 6:14 രാഷ്ട്രപതി ഈ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് എത്തും. ഫോർകോർട്ടിലേക്കാണ് എത്തുന്നത്. ആചാരപരമായിട്ടായിരിക്കും രാഷ്ട്രപതി എത്തുന്നത്. അതിനുശേഷം രാഷ്ട്രപതി ഓരോരുത്തർക്കും സത്യവാചകം ചൊല്ലി നൽകും. ഈ സത്യവാചകം ചൊല്ലി നൽകുന്നതിന്റെ മുറയ്ക്ക് മന്ത്രിമാർ അവരുടെ സത്യവാചകം പൂർത്തിയാക്കി രജിസ്റ്ററിൽ ഒപ്പിട്ട് മന്ത്രി പദവി ഔദ്യോഗികമായിട്ട് ഏൽക്കുന്നു എന്നുള്ളതാണ് നടപടിക്രമങ്ങൾ. അതിനുശേഷം കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം നടക്കും. ആ മന്ത്രിസഭാ യോഗത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകും എന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. SK. താങ്ക് യു. നമുക്ക് ഒരു ഇടവേള കൂടി വേണം. അത് കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇടവേള ഇല്ലാതെ അത് സംപ്രേഷണം ചെയ്യണമെന്ന് പ്രേക്ഷകർക്കറിയാം. ആഷ്മി, വിജയകുമാർ, നമ്മൾ ആ ഇടവേളയിലേക്ക് പോകുന്നു. കുഞ്ഞിടവേളയാണ്. വേഗം മടങ്ങി വരാം. മടങ്ങി വരുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും പ്രധാനമന്ത്രിയും സത്യപ്രതിജ്ഞാ ചടങ്ങ്, പ്രധാനമന്ത്രി എന്ന് പറയാൻ പാടില്ല, നിയുക്ത പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം, പ്രൈം മിനിസ്റ്റർ ഡെസിഗ്നേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹം വരികയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം. സ്വാഗതം. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് 3ാം ഊഴം നരേന്ദ്രമോദിക്ക്. ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ദിവസമാണെന്ന്. കാരണം പുതിയൊരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അതിൻ്റെ നായകൻ, മന്ത്രിസഭയുടെ നായകൻ നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പം മുമ്പ് കണ്ടത്. വിജയകുമാർ, അതിനിടയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു തിരുത്ത് വന്നിരിക്കുന്ന പോലെ നയം വ്യക്തമാക്കി വിശദീകരിച്ചിട്ടുണ്ട്. I am clarifying that my political career continues as a കാര്യകർത്ത. My career as MP minister has ended after 18 years. Too many people misunderstanding my tweet below and so the clarification എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ MP മന്ത്രി എന്ന നിലയിലുള്ള അതാണ് അദ്ദേഹം അത് പുതുക്കുന്നില്ല. അപ്പോൾ ആ കരിയറാണ് അവസാനിക്കുന്നത്. BJPയുടെ ഒരു കാര്യകർത്ത എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കരിയർ തുടരും. എന്നാൽ പബ്ലിക് സർവീസ് തീരുന്നു എന്ന് പറഞ്ഞാണ്. ഈ സമയത്ത് അതായത് നമ്മൾ കണക്കാക്കുന്നത് BJPയുടെ ഒരു പ്രവർത്തകൻ എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനമാണ്. അപ്പൊ അതുകൂടി ചേർത്ത് വരികയാണല്ലോ. അപ്പൊ രാധാകൃഷ്ണനോട് ചോദിച്ചാലോ കാര്യങ്ങൾ? രാധാകൃഷ്ണൻ, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ താങ്കൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പറയാൻ കഴിയുന്നത്? ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ നന്നായി. 72 മന്ത്രിമാർ എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്ന് ചുമതലയേൽക്കുന്ന 72 മന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഞാൻ പറയാം. 72 മന്ത്രിമാർ, 72 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോകുന്നത്. 36 സഹമന്ത്രിമാര്,
ഒപ്പം 30 പേർ ക്യാബിനറ്റ് പോസ്റ്റ്, 5 പേർ സ്വതന്ത്ര ചുമതല എന്നിങ്ങനെ 72 പേരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോകുന്നത്. 72 പേരുടെ പട്ടികയാണ് രാഷ്ട്രപതി ഭവന് കിട്ടുകയും രാഷ്ട്രപതി ഭവൻ ആ പേരുകൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് പ്രകാരമാണ് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ 39 പേർക്ക്, ഈ 72 പേരിൽ 39 പേരും മുൻ മന്ത്രി പരിചയം ഉള്ളവരാണ് ഈ സഭയുടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിൽ രാധാകൃഷ്ണൻ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം രാഷ്ട്രപതി ഭവനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി പറയാമോ? തീർച്ചയായിട്ടും SKN ഇതിന് ഈ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നിയുക്ത പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയാണ്. അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്ന മുറയ്ക്ക് തുടർന്ന് രാഷ്ട്രപതി അവിടേക്ക് എത്തും. രാഷ്ട്രപതി ഫോർകോർട്ട് എന്ന് പറയുന്ന ഇടത്താണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. രാഷ്ട്രപതി ഭവന്റെ ഏറ്റവും വിശാലമായിട്ടുള്ള ഈ മുറ്റത്തിന് ഇട്ടിട്ടുള്ള പേരാണ് ഫോർകോർട്ട്. ഫോർകോർട്ടിലാണ് സാധാരണഗതിയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അവിടെയാണ് ഇത്തവണയും സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രപതി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ദേശീയ ഗാനം മുഴങ്ങും. അതിന് തുടർച്ചയായിട്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യം പ്രധാനമന്ത്രി, അതിനുശേഷം രണ്ടാമൻ ആരാണ് അദ്ദേഹം. ലഭ്യമായ വിവരം അനുസരിച്ച് രാജ്നാഥ് സിംഗ് തന്നെ ഇത്തവണയും രണ്ടാമനായിട്ട് സത്യവാചകം ചൊല്ലും. തുടർന്ന് ഓരോരുത്തരുടെ പേരുകളായി വിളിച്ച് അവർ സത്യവാചകം ചൊല്ലും. ആ സത്യവാചകം ആദ്യം ക്യാബിനറ്റ് മന്ത്രിമാർ, പിന്നീട് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, അതിനുശേഷം സഹമന്ത്രിമാർ എന്ന നിലയിലായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാനായിട്ട് പോകുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാകാൻ ഏതാണ്ട് 1 മണിക്കൂർ വരെ 45 മിനിറ്റ് മുതൽ ഏതാണ്ട് 1 മണിക്കൂർ വരെ എടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. 7:14, ഇനി 1 മിനിറ്റ് മാത്രമാണ് ബാക്കി. 7:15 തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങും. അപ്പോൾ അവിടെ വേദിയിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാ മന്ത്രിമാരും എല്ലാ വിശിഷ്ടാതികളും എത്തിയിരുന്നു. ഇനി അവസാനമുള്ള ഏറ്റവും വലിയ വിശിഷ്ടാതി ആ നിയുക്ത പ്രധാനമന്ത്രി മാത്രമായി എത്താനുണ്ടായിരുന്നു. അദ്ദേഹവും എത്തുകയാണ് വേദിയിലേക്ക്. അല്പസമയത്തിനകം ദേശീയഗാനത്തോടുകൂടി മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുന്നു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ചരിത്രത്തിലാദ്യമായി അടുപ്പിച്ച് 3 തവണ പ്രധാനമന്ത്രിയാകുന്നു എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയാണ് ആ വേദിയിലേക്ക്. പ്രധാനപ്പെട്ട മന്ത്രിമാർ എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ പോർട്ട്ഫോളിയോ മാത്രമേ അറിയാവുള്ളൂ. 72 മന്ത്രിമാരുണ്ട്. അതിൽ 30-ലധികം പേർ 3 തവണ മന്ത്രിമാരായവരാണ്. അത് എന്താണ് പരിചയസമ്പന്നരാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വേദിയിൽ അദ്ദേഹം വന്നിട്ടുള്ള ജനങ്ങൾ കൈയടിക്കുന്നുണ്ട്. അവിടുത്തെ തീർച്ചയായിട്ടും ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല, രാജ്യത്തെ VVIPകളാണ് അല്ലെ. ഏതാണ്ട് 8,000-ലധികം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ചടങ്ങ് തുടങ്ങാൻ, അല്ലെ വിജയകുമാർ? അതെ, ഇനിയും രാഷ്ട്രപതിയെ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി കൂടി എത്തുന്നതോടെ ആ ചടങ്ങ് ആരംഭിക്കും. നമുക്ക് മുൻനിര കാണാം. ഇതാണ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന കോർ ടീം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രധാനമന്ത്രി, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, ജയശങ്കർ, അങ്ങനെ നീണ്ടുപോകുന്നു ആ മുൻനിര. രണ്ടാമൻ രാജ്നാഥ് സിംഗ് തന്നെയാണ് ഉറപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ രണ്ടാമൻ രാജ്നാഥ് സിംഗ് തന്നെയാണ് കഴിഞ്ഞ തവണ. പക്ഷേ പിന്നീട് അമിത്ഷാ ആ പദവിയിലൊക്കെ വരുന്നതൊക്കെ നമ്മൾ കണ്ടു പല തവണ, അല്ലേ? അതെ, നിർണായക വകുപ്പ് ആഭ്യന്തരമായതുകൊണ്ട് 7:15 കഴിഞ്ഞിരിക്കുന്നു. 16 മിനിറ്റും 7 സെക്കൻഡുമായിരിക്കുന്നു. ഇനി ചടങ്ങുകൾ ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മൂന്നാമത്തെ മോദി മന്ത്രിസഭ അധികാരമേൽക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിയുക്ത മന്ത്രിമാരെല്ലാം എത്തിക്കഴിഞ്ഞു. നിയുക്ത പ്രധാനമന്ത്രി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. അത് കഴിഞ്ഞായിരിക്കും രണ്ടാമൻ ആരാണോ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പ്രയോറിറ്റി ക്രമം അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേകും. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാരൊക്കെ ഈ മനോഹരമായ ഈ സന്ദർഭത്തിന് സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ട്. എന്തിനാ കൈയടിക്കുന്നുണ്ട്? സംഭവിക്കുക എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആർക്കുണ്ടെന്ന് ചോദിക്കാം. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? രാധാകൃഷ്ണൻ പറയൂ. കൈയടി എന്താണ്? മുന്നോടിയാണെന്ന് തോന്നുന്നു. രാഷ്ട്രപതി കൈയടിക്കുമോ? അങ്ങനെയുണ്ടോ? ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എത്തുന്നു. കൈയടി എന്തിനായിരുന്നു? രാഷ്ട്രപതി അല്പസമയത്തിനകം
രാഷ്ട്രപതി അല്പസമയത്തിനകം എത്തുകയാണ്. ഈ സത്യപ്രതിജ്ഞ ഉടൻ നടക്കുന്നു എന്ന പ്രസ്താവനയോട് ആണ് സദസ്സിന്റെ പ്രതികരണം ഉണ്ടായത്. സദസ് അത് കയ്യടിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ രാജ്യസഭയുടെ ജോർജ് വീട്ടിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കൂടി പെട്ടെന്ന് വേണേൽ നമുക്കൊന്ന് കാണിക്കാം. വീടിന് പുറത്ത് ഭാര്യ അന്നമ്മ പ്രവർത്തകർക്കൊപ്പം TV കാണുന്നുണ്ട്. TV-ലാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് അല്ലേ കാണാൻ അവസരം കിട്ടിയത്. കാര്യം ഇപ്പോഴും അദ്ദേഹം ഫോൺ ചെയ്തു എന്ന് നമുക്കറിയില്ല. ഫോൺ എടുക്കുന്നില്ല, ഫോൺ ചെയ്തതായിട്ട് തോന്നുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യം റെഡിയാണെങ്കിൽ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. PCR അതല്ലെങ്കിൽ നമുക്ക് രാധാകൃഷ്ണൻ തുടരാം. പറയൂ രാധാകൃഷ്ണൻ. ജോർജ് കുര്യന്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോട്ടയത്ത് അല്ലേ? അതെ, കോട്ടയത്ത് കാണക്കാരി പഞ്ചായത്തിലെ ഡൽഹിയിൽ പോകാൻ കഴിയാത്തതിന് ചെറിയൊരു വിഷമം എന്തായാലും ഉറപ്പായി ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. നേരത്തെ ചോദ്യം ഉണ്ടായപ്പോൾ ചേച്ചി പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ അവിടെ തന്നെയാണ് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ചോദ്യം വിളിക്കില്ല, രാവിലെ വിളിക്കാത്ത കുര്യൻ ഇപ്പൊ എന്തായാലും വിളിക്കില്ല, ഉറപ്പാണത്. എന്തായാലും ഇനിയിപ്പോ കേന്ദ്രമന്ത്രിയാണ്, നിയുക്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്. ചെറിയ കളിയല്ല. ഡൽഹിയിലേക്ക് നമുക്ക് മടങ്ങി പോകാം. ഇനിയിപ്പോ വരാൻ ബാക്കിയുള്ളത് രാഷ്ട്രപതി മാത്രമാണ്. രാഷ്ട്രപതി മാത്രമേ വരാനുള്ളൂ. ഉപരാഷ്ട്രപതി അടക്കമുള്ള माननीय प्रधानमंत्री जी मंच पर विराजमान हैं, माननीय उपराष्ट्रपति महोदय, हम सब प्रतीक्षा कर रहे हैं राष्ट्रपति महोदया के शुभागमन की। आपके चेहरे का तेज आपकी आंतरिक शक्ति का भी द्योतक होता है। इन बातों को सिर्फ कहा ही नहीं बल्कि हम देख भी सकते हैं। आज देश के लिए बड़ा ही महत्वपूर्ण क्षण ദിവസം 18ാം ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ രാഷ്ട്രപതി ക്ഷണിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി അദ്ദേഹം രണ്ടാമനായിട്ടുള്ള രാജ്നാഥ് സിംഗിനോട് ആ വേദിയിലെ ആ നിരയാണ് വളരെ കൃത്യമായിട്ട് സഭയിലെ ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ എത്രയാമത്തതാണ് എന്ന് വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനത്ത് രാജ്നാഥ് സിംഗ് ആണ്, 3ാം സ്ഥാനത്ത് ഇപ്പോഴും ഈ ഘടകകക്ഷികളുടെ നേതാക്കന്മാർക്ക് ആ നിരയിൽ അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടില്ല. നമുക്ക് ആ നിരയിൽ കാണാൻ സാധിക്കുന്നത് HD കുമാരസ്വാമിയെ മാത്രമാണ്. വളരെ പ്രൗഢമായിട്ടുള്ള ഒരു സദസ്സാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം BJPയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് നമുക്ക് പറയാം. ആ സദസ്സും അതേ രീതിയിലാണ്. 7 അയൽ രാജ്യങ്ങളുടെ തലവന്മാർ അവർ എത്തിയിരിക്കുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട്. അവരുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ നടക്കുന്ന ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകാനായിട്ട് 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണ്ടിവരും. അതിനുശേഷം കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ യോഗം നടക്കും. അതിന് തുടർച്ചയായിട്ട് രാഷ്ട്രപതി ഒരു അത്താഴ വിരുന്ന് നമുക്ക് രാഷ്ട്രപതിയുടെ വരവിന് വേണ്ടി മുന്നോടിയായുള്ള അവിടുത്തെ ആചാരപരമായ സംഗതികൾ നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.